ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഓണം ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും എനിക്ക് കാലുകൊണ്ട് വരും. ഒരാളുടെ കാലൊടിഞ്ഞിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഓണം പർച്ചേസിങ്ങിന് പോവുകയാണ്. ഓണത്തിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ എക്സാമാണ്. ഒരാൾ എക്സാം കഴിഞ്ഞ് അപ്പോഴാണ് അടുത്ത ആൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നീണ്ടുപോയി. ഇത് ഓണത്തിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ടാണ് വരുന്നത്. അതായത് ശനിയാഴ്ച. ബുധനാഴ്ചയല്ലേ ഓണം വരുന്നത്. ശനിയാഴ്ചയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണത്. പിന്നെന്താ വെച്ചാൽ അതിലിടയ്ക്ക് സ്റ്റെപ്പിൽ തെന്നി വീണു. അപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ അങ്ങനെ റെസ്റ്റിലായി. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും വൈകിപ്പോയത്. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങും. നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പുകളിലൊന്നും അങ്ങനെ തിരക്കുണ്ടാവില്ലല്ലോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് രാവിലെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 11:30 ഫസ്റ്റ് എന്റെ കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് എന്റെ കഴിഞ്ഞു. വൈകിയത് അമ്മയാണ് ഗായ്സ്. കണ്ടോ, എല്ലാ പ്രാവശ്യം ഞങ്ങൾ വൈകി അറിയും, എന്നിട്ട് അമ്മയാണ് വൈകിക്കുക. വൈകിട്ട് ഞങ്ങളെന്തോ വൈകിച്ച പോലെയുള്ള നടത്തണം നടക്കണത്. പിന്നെ ഉടായ്പിന്റെ അങ്ങേ തലേ. ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ്. എന്താ വെച്ചാൽ കുറേ ടൈം അങ്ങനെ പോകും. രാവിലെ ഇറങ്ങിയാൽ പിന്നെ പിന്നെ കണക്കാണ് സമയം. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാർക്കറ്റ് സിറ്റിക്കാണ്. സുഡിയോയ്ക്കും മാക്സ്, സുഡിയോ അങ്ങനെ അവിടെ 2-3 ഷോപ്പുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറി ഇറങ്ങിയാൽ ഇവരെ കാര്യങ്ങൾ സെറ്റാവും. അപ്പോൾ ആദ്യം അവിടേക്ക് പോയി. അതിന്റെ ചെറുതെടുക്കാം. പിന്നെ അവിടെയൊക്കെ ഓണത്തിൻ്റെ ഡെക്കറേഷൻസൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അവിടെ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഓണത്തിൻ്റെ ഒരു ഓണം എത്തി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ നേരത്തെ പോകൊണ്ടാണ് ഇത്ര തിരക്കില്ലാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കാവും. പിന്നെ ഇത് ഓപ്പൺ ആവണമെങ്കിൽ തന്നെ 11 മണിയാവുമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ സ്റ്റുഡിയോന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ സ്റ്റൈൽ യൂണിയനിൽ പോയി. അവിടെ ജസ്റ്റ് നോക്കി. അവിടെ നിന്നൊന്നും സെറ്റായില്ല. പിന്നെ മാക്സ് പോയി. അവിടെ നിന്നാണ് പിന്നെ 2 പേർക്ക് എടുത്തത്. സെലക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് ശരിയായില്ല. കുറച്ച് മാക്സ് ഒന്നും എടുത്തു. ബാക്കി രണ്ടാമത് സ്റ്റുഡിയോയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു. സ്റ്റൈൽ യൂണിയനിൽ നിന്ന് ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. പിന്നെന്താ, അവർ 2 പേരും ഡ്രസ്സ് ചെയ്യാൻ ഓരോ റൂമിലേക്കാക്കി. അതിൻ്റെ നടുക്കിലിരിക്കുകയാണ് ഞാൻ. അവിടെ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെയും ബില്ലാക്കുന്ന അവിടെയും ഭയങ്കര ക്യൂ ആണ്. ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നല്ല ക്യൂ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെയാണ് ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 2 പേരുടെയും ഡ്രസ്സൊക്കെ സെറ്റായി. അപ്പോൾ തന്നെ പകുതി സമാധാനം. എന്താ വെച്ചാൽ ഇവരെ കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെയൊക്കെ പിന്നെ വേറെ നമുക്ക് എടുക്കാമല്ലോ. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. കണ്ടോ, വലിയൊരു കവർ. ഞങ്ങൾ സ്റ്റുഡിയോ കയറി, സ്റ്റൈൽ യൂണിയൻ കയറി, മാക്സ് കയറി. ലാസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് ഒരു കവർ സാധനം വാങ്ങി ഇറങ്ങുകയാണ്. ഇതിലിപ്പോ എനിക്കും ചന്തുവിനുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇനി മമ്മിക്ക് എടുക്കണം, ഡാഡിക്ക് എടുക്കണം, ഗ്രാൻഡ്മ ഗ്രാൻഡ് പാ എല്ലാവർക്കും എടുക്കാനുണ്ട്. സോ അങ്ങനെ ബൈ. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന ഗായ്സ് കണ്ടോ, ഉമ്മയുടെ കയ്യില് കാലുണ്ട്. നിങ്ങൾ കാലുണ്ടോ? കാലിൽ പ്ലാസ്റ്റിക് നടക്കണുണ്ടോ? കാലിൽ പ്ലാസ്റ്റിക് ഇട്ട ഒരാളെ കണ്ടോ? അതാ അവിടെ ഒരു കുട്ടിയുടെ കാല് നോക്കുക. ഇപ്പോൾ സമയം 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു. ഇനി പിന്നെ എനിക്കെടുക്കണം, പ്രകാശ് ചേട്ടന് എടുക്കണം, അമ്മയ്ക്കും അച്ഛനും എടുക്കണം. അങ്ങനെയുള്ള അതിപ്പോൾ അവിടെ നിന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കല്യാണം പോകണം വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ രാവിലെ പോയതുകൊണ്ട് പിന്നെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രകാശ് ചേട്ടൻ മന്തി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് ഇവിടെ വന്നാൽ പിന്നെ രണ്ടാമത് പോകാൻ തോന്നില്ല. അപ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിക്കില്ലേ. വേണ്ടായിരുന്നു, അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു വിചാരിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ്. ഒരാൾ മുന്നിൽ പോകുന്നുണ്ട്. മുന്നിൽ പോണ ആളെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കല്യാണിക്കാണ് പോയത്. ഞങ്ങളിപ്പോൾ പ്രകാശ് ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പ്രകാശ് ചേട്ടൻ വണ്ടി പറിക്കാൻ പോയതാണ്. അപ്പം അങ്ങനെ പ്രകാശ് ചേട്ടനെ കാത്ത് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇതാണ് രാവിലെ പോകുമ്പോൾ തിരക്കുണ്ടാവില്ല. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. ബില്ല് ചെയ്യുന്നിടത്തൊക്കെ ക്യൂ ആണ്.
അങ്ങനെ ഞങ്ങൾ പിന്നെ ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി കയറി. ഷർട്ട് എടുക്കുന്നിടത്തും നമുക്ക് സ്റ്റാഫോടെ തന്നെ കിട്ടാനില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് അവസാനം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പ്രകാശേട്ടന് ഷർട്ടും മുണ്ടും എടുത്തിട്ട് പിന്നെ പ്രകാശേട്ടൻ അങ്ങനെ പോയി. എന്താ വെച്ചാൽ ഇപ്പോൾ സീസണല്ലേ, അപ്പോൾ വേഗം പോയി. പിന്നെ ഞങ്ങൾ മാത്രമായി. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയെടുത്തു. ഞങ്ങൾക്ക് മീൻസ് എനിക്കും അമ്മയ്ക്കും അച്ഛനും ഉള്ളത് എടുത്തു. കുട്ടികൾക്ക് പിന്നെ നേരത്തെ എടുത്തില്ലേ, അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളെ ഓണത്തിന് ഇങ്ങനെ വിശേഷങ്ങളിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പരിചയക്കാരെ കുറേ പേരെ കാണും. കൂടെ പഠിച്ച കൂട്ടുകാരികൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരെ കാണും. അങ്ങനെ കുറേ പേരെ കണ്ടു. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പം അങ്ങനെ അവരെ കുറച്ച് പേരെ അങ്ങനെ കണ്ടു. ഭയങ്കര സന്തോഷമായി. പിന്നെ ബില്ലാക്കാൻ നിന്നു. അവിടെ ഭയങ്കര തിരക്കായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം ഇരുട്ടായിട്ടുണ്ട്. ഒരു 7:30 8 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ ഓട്ടോ വിളിച്ച് വരേണ്ട ദൂരമൊന്നുമില്ല, ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടന്നു പോന്നു. രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര ക്ഷീണം. രാവിലെ ഇറങ്ങിയെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി പിന്നെ ഉച്ചയ്ക്ക് വന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പോയത്. പക്ഷേ ഈ ഡ്രസ്സ് എടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ വന്ന് ആകെ ടയേർഡാണ്. കുട്ടനൊക്കെ ആകെ കുഴങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ ഒന്നും നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല, നമ്മളിങ്ങനെ നിൽക്കുന്നല്ലേ, അതുകൊണ്ടാണ് ഇത്ര ക്ഷീണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.